ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്മസ്. എന്താണ് ആ വാർത്ത? ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം. ഈ വാർത്ത നമ്മോട് പങ്കുവച്ചതിൻ്റെ 2025-ാം ആണ്ട് ഇന്ന് പൂർത്തിയാവുകയാണ്. നമുക്കറിയാം, ഏതൊരു ശുഭവാർത്തയും അശുഭവാർത്തയും സ്വീകരിക്കുന്നതിലും പങ്കുവയ്ക്കുന്നതിലും ഒട്ടും അമാന്തം വരുത്താത്തവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവം നേരിട്ട് നമ്മോട് പറഞ്ഞ രക്ഷകൻ്റെ ജനന വാർത്ത, അത് മനുഷ്യരക്ഷയുടെ സദ്വാർത്തയാണ്. ഇത് പങ്കുവയ്ക്കുന്നതിൽ നാം എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് സ്വയം ആത്മശോധന ചെയ്യാൻ ഈ ദിവസം നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ ആളുകളിലേക്ക് തമ്പുരാൻ്റെ ഈ വാർത്ത എത്തിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. നമുക്കറിയാം, ക്രിസ്മസ് ബേത്ലഹേമിലെ ഒരു ജനനത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്ന യാഥാർത്ഥ്യം, അതാണ് നമ്മെ കൂടുതൽ ശക്തീകരിക്കേണ്ടത്. ഇമ്മാനുവേൽ എന്നോടുകൂടെ, ഇമ്മാനുവേൽ നമ്മോടുകൂടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം. 2025 നാം നടത്തിയത് അനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയായിരുന്നു. ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ച അനുഗ്രഹീതമായ കാലം. നവീകരണത്തിൻ്റെ വഴികളിലൂടെ ഐക്യത്തിൻ്റെ സാക്ഷികളായി ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുവാനുള്ള ഒരു ദാഹമാണ് ഈ ശതാബ്ദി ആഘോഷങ്ങളിലൂടെ നാം പങ്കുവച്ചത്. ധന്യനായ മാർ ഇവാനിയോസ് പിതാവിലൂടെ ദൈവം സഭയ്ക്ക് നൽകിയ ബഥനി സന്യാസം എന്ന ദാനം ദൈവത്തിൻ്റെ ഔദാര്യമാണ്, മഹത്തായ ദാനമാണ്. ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാനും പാവപ്പെട്ട അവിടുത്തെ മക്കൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം വിവിധങ്ങളായ കർമ്മവീഥികളിലൂടെ പങ്കുവെച്ചു കൊടുക്കുവാനും നാം കൂടുതൽ ഉത്സുകരാകേണ്ടതായിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് മനുഷ്യ സേവനത്തിൽ കർമ്മനിരതരാകുമ്പോഴാണ് ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മിലൂടെ ലോകത്തിൽ കൂടുതൽ അറിയപ്പെടുക. ബഥനിയിലെ എല്ലാ സഹോദരിമാർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്മസും കൃപ നിറഞ്ഞ ഒരു പുതുവത്സരവും ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, സിസ്റ്റർ ആർദ്ര, മദർ ജനറൽ.